الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين عطرت بالنور المبين فؤادي وأزحت هما بالحديث الشادي شمس المحبة أشرقت في كوننا يا سيد الإشراق والإسعاد ओ के जूदो करम है शहे बतहा तेरा नहीं सुनता ही नहीं मांगने वाला तेरा സർവാദരണീയരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ പുണ്യം പെയ്തിറങ്ങുന്ന പരിശുദ്ധമായ റമദാനിൽ അതിശ്രേഷ്ഠമായ വൈജ്ഞാനിക സദസ്സിലാണ് നാം ഉള്ളത്. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധം അനുഗ്രഹീതമാക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ സൂറത്തുൽ ഫജ്റിന്റെ ആദ്യ ഭാഗങ്ങളിൽ നിന്നും പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ ആലോചിക്കുവാനും കഴിഞ്ഞകാല സമുദായങ്ങളുടെ പരിണിതികളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും മനുഷ്യന്റെ സഹജഭാവങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മുമ്പിൽ പലപ്പോഴും നിഷേധത്തിൻ്റെ ഭാഷയായിട്ടാണ് കടന്നു വരുന്നതെന്നും വളരെ ലളിതമായ ചില കാര്യങ്ങളാണ് നാം പങ്കുവച്ചത്. ഒരു ആയത്തിൻ്റെയോ ഒരു സൂറത്തിൻ്റെയോ ആശയങ്ങളോ അർത്ഥതലങ്ങളോ ഒരു കേവലമായ പദ്യഭാഷാന്തരത്തിൽ പരിമിതപ്പെടുന്നതല്ല, അല്ലെങ്കിൽ പദാനുപദ ട്രാൻസ്ലേഷനിൽ പരിമിതപ്പെടുന്നതല്ല. പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ശകലത്തെ പോലും സമ്പൂർണമായി വ്യാഖ്യാനിച്ചു തീർക്കാൻ ജലം മുഴുവനും മഷിയും ഖരവസ്തുക്കൾ മുഴുവനും പേനയുമാക്കി മാറ്റിയാലും സാധ്യമല്ലെന്നാണ് ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ നമ്മുടെ ഈ ഖുർആൻ അധികരിച്ചുകൊണ്ടുള്ള പ്രഭാഷണത്തിന് ഒരു സന്ദേശം കൂടി നമുക്ക് കൈമാറാനുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിനെ ആനുകാലിക യുഗത്തിൽ നിസ്സാരവൽക്കരിക്കപ്പെടുന്നതിന് പിന്നിൽ ലക്ഷ്യം തെറ്റിയ ഭാഷാന്തരങ്ങളും അലക്ഷ്യമായ വ്യാഖ്യാനങ്ങളും തെറ്റായ സമീപനങ്ങളും ഒരു പരിധിവരെ വകവച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം അറബിയിൽ അവതരിപ്പിച്ച ഖുർആൻ അറബികളായ ജനങ്ങളുടെ മുമ്പിൽ അല്ലാഹു തആല നൽകിയിട്ട് അറബി ഭാഷയുടെ തറവാട്ടുകാർക്ക് പോലും അത് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ കഴിയില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശദീകരണമില്ലാതെ എന്നതാണ് അല്ലാഹുവിന്റെ വ്യവസ്ഥിതി. അങ്ങനെയുള്ള പരിശുദ്ധമായ ഖുർആൻ കേവലമായ പദാനുപദ പരിഭാഷകളെ ആസ്പദിച്ച് വായിച്ചു മനസ്സിലായ ഭാഷയിലുള്ളതാണ് ഖുർആൻ എന്ന് തെറ്റിദ്ധരിക്കുകയും
അതിന്റെ പേരിൽ ഖുർആനിനെതിരെ അന്തർതലത്തിൽ നിന്നും ബഹിർതലത്തിൽ നിന്നും ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇവിടെ നമ്മുടെ ഈ സദസ്സിനോട് സന്തോഷം പങ്കുവച്ച പ്രഭാഷകരെല്ലാം തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പശ്ചാത്തലത്തിൽ വായിക്കപ്പെടുന്ന ഇസ്ലാമിന്റെ ശരിയായ സമാധാന ഭാവങ്ങളെ ആനുകാലിക യുഗത്തിന് കൈമാറണമെന്ന് പറഞ്ഞിരുന്നു. ഒരു പരിധിവരെ പരിശുദ്ധമായ ഖുർആനിന്റെ കോണ്ടെക്സ്റ്റ് തെറ്റിയുള്ള ട്രാൻസ്ലേഷനുകളാണ് അതിലെ പല സൂക്തങ്ങളെയും തീവ്രവാദപരമായി വ്യാഖ്യാനിക്കപ്പെടാനും എതിരാളികൾക്ക് കോട്ട് ചെയ്യാനും അവസരമുണ്ടായത് എന്ന് ലളിതമായ അന്വേഷണത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇന്നെന്റെ വിഷയം അതൊന്നുമല്ല. അപ്പോൾ പരിശുദ്ധമായ ഖുർആനിനെ അതിന്റെ അർഹമായ നിലയിൽ ഓഥന്റിക്കായി ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞുപോയ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ ഒരുപാട് പരിശ്രമങ്ങളുടെ ഫലങ്ങളെ ഗുണപരമായി ഉപയോഗപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. പരിശുദ്ധമായ ഖുർആനിലെ പ്രഥമ സൂക്തമാകുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിന് കേവലമായ ഒരു വേർബൽ ട്രാൻസ്ലേഷൻ മാത്രം കൊണ്ട് പരിമിതപ്പെടുത്തുന്നിടത്തുനിന്ന് മാറി അതിന് വോള്യൂംസുകളുള്ള വ്യാഖ്യാനങ്ങളാണ് മഹാന്മാരായ മുൻഗാമികൾ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പരിശുദ്ധമായ ഖുർആനിന്റെ, അതും പ്രപഞ്ചത്തിന്റെ മുഴുവനും അധികാരിയായ സർവാധികാരിയുടെ വിശുദ്ധ വചനങ്ങളെ കേവലമായ ഭാഷയുടെയോ പ്രാഥമികമായ വായനയുടെയോ കേവലമായ പരിജ്ഞാനത്തിന്റെയോ പരിധിയിൽ നിന്ന് പരിചയപ്പെടേണ്ടതോ വായിച്ചെടുക്കേണ്ടതോ അല്ല. കാരണം പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് ത്രികാല ജ്ഞാനമെന്ന് പറയുന്ന ഭാഷയ്ക്ക് ചില പരിമിതികളുണ്ടെങ്കിലും കാലവ്യത്യാസങ്ങളില്ലാത്ത പ്രപഞ്ചത്തിന്റെ മുഴുവനും അധികാരിയായ അള്ളാഹുവിന്റെ കലാമാണ്. അതിന് ഇന്ന് വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാകുന്ന ചില ഭാവങ്ങൾ ഉണ്ടാകാം, നാളെ നമുക്ക് മനസ്സിലാകേണ്ടതും ഉണ്ടാകാം, അതുകൊണ്ട് തന്നെ ഇന്ന് മനസ്സിലാകാത്തതും ഉണ്ടാകാം. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിപ്പോ ജീവിക്കുന്ന ഒരു സമുദായത്തിന്റെ കൂടി പ്രവാചകനാണ്. കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറ, അന്ത്യനാൾ വരെയുള്ള മുഴുവൻ ജനവിഭാഗങ്ങളുടെയും മുഴുവൻ ജനതതികളെയും കാരുണ്യത്തിന്റെ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6-ാം നൂറ്റാണ്ടിലെ ജനവിഭാഗമായ സ്വഹാബത്തിനെ സംബോധന ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും നാളേക്ക് വേണ്ടി പറഞ്ഞിരുന്നു. അപ്പൊ സ്വഹാബത്ത് വിശ്വസിച്ചത് ആമന്നാ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. അത്തസ്ദീഖു ബിമാ ഉലിമ മജീഉഹു ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചതാണെന്ന് അറിഞ്ഞാൽ അത് വ്യാഖ്യാനങ്ങളെ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാകാം, മനസ്സിലാകാതിരിക്കാം. എന്നാലും തിരുനബി തങ്ങളിൽ നിന്ന് എത്തിയതാണെന്ന് അറിഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളുക. ചിലത് ഇന്നത്തെ ഭാഷയിൽ വായിച്ചെടുക്കാൻ കഴിയില്ല, ചിലത് നാളത്തെ ആളുകൾക്ക് മനസ്സിലാകാനുള്ളതുമാകാം. എന്ന നിലയിൽ സ്വഹാബത്തിന്റെ വിശ്വാസത്തിന്റെ ധാർഢ്യതയും അവരുടെ വിശാല മനസ്കതയുമാണ് പരിശുദ്ധമായ ഇസ്ലാമിനെ കളങ്കമില്ലാതെ നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചത്. അതേ സമയത്ത് ആ സ്വഹാബികളുടെ പ്രാഥമിക ബുദ്ധിയിൽ നിന്നുകൊണ്ട് മാത്രം അതിനെ അരിച്ചുപെറുക്കുകയും ഞങ്ങൾക്ക് മനസ്സിലായത് മാത്രം അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ വചനങ്ങളിൽ പലതും നമുക്ക് ലഭിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഖുർആനിനെ സമീപിക്കുമ്പോൾ അതിന്റെ ആധികാരികതയിലും അതിനെ സമീപിക്കേണ്ട രീതിയിലുമാണ് നാം സമീപിക്കേണ്ടത്. കാരണം ഹ്യൂമൻ ബോഡിയെ കുറിച്ച് പഠിക്കുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥി വർഷങ്ങളോളം തിയറി പഠിച്ചിട്ടാണ് പ്രാക്ടിക്കൽ തലത്തിലേക്ക് വരുന്നത്. അപ്പോഴും ഒരു ബോഡി ഓപ്പറേറ്റ് ചെയ്യാൻ അവനെ ഏൽപ്പിക്കില്ല. അതും പരിചിതനായ ഒരു സർജന്റെ കൂടെ നിന്ന് പരിശീലിച്ചതിന് ശേഷം ദീർഘകാലത്തെ പരിചരണത്തിന് ശേഷമാണ് കേവലമായ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയായ മനുഷ്യന്റെ ബോഡിയിൽ കത്തിവെക്കാൻ ശ്രമിക്കുന്നത്. കത്തി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലാംഗ്വേജ് അല്ല, ചികിത്സയ്ക്ക് വേണ്ടിയുള്ള കത്തി. അപ്പോൾ
എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും മാനിഫെസ്റ്റോ ആയ പരിശുദ്ധമായ ഖുർആൻ പ്രാഥമിക പഠനങ്ങളും അടിസ്ഥാന യോഗ്യതകളുമില്ലാതെ കേവലമായി ലഭിക്കണമെന്ന നിസ്സാരവൽക്കരണം പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വത്തിന് നിരക്കില്ല. അതുകൊണ്ട് പഠിക്കുമ്പോൾ അതിന്റെ പ്രാഥമികമായ സ്റ്റെപ്പുകൾ പരിശുദ്ധമായ ഖുർആനിനെ ആധികാരികമായ അറബിയിൽ തന്നെ ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യ, അറബിയിലാണ് നാം ഖുർആനിനെ ഇറക്കിയത്. അതുകൊണ്ട് ഖുർആനിന്റെ ആത്മസത്തെ അറിയണമെങ്കിൽ അറബി ഭാഷയുടെ ആത്മാവിനെ പരിചയപ്പെടണം. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസിന്റെയും ഭാഷകളെ അറിയാൻ ഹുദൈൽ ഗോത്രത്തിലെ സാഹിത്യ സമ്പുഷ്ടരായ ആളുകളോടൊപ്പം വർഷങ്ങളോളം കഴിച്ചുകൂട്ടുകയും 10,000-ൽ പരം കാവ്യങ്ങൾ അവിടുത്തെ ഹൃത്തടത്തിൽ ഭാഷാ പ്രമാണങ്ങളായി നിലകൊള്ളുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെയാണ് മുൻഗാമികളായ ഇമാമുകളെല്ലാം. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരായത്തിന്റെ വ്യാഖ്യാനം പറയുന്നതിന് മുമ്പ് അവിടത്തേക്ക് റഫറൻസുകളായി അറബ് ലോകത്തിന്റെ ഭാഷാ വൈപുല്യത്തിന് പുറമെ ദശലക്ഷക്കണക്കിന് ഹദീസുകൾ അവിടത്തേക്ക് മനപ്പാഠമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാറൂൻ റഷീദ് ഒരിക്കൽ സദസ്സിൽ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഹലോ ഇമാമുന ശാഫിഈ, വിചാരണയ്ക്ക് വേണ്ടി കയറ്റിയതാണ്. ചോദിച്ചു, നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് എന്തറിയാം? ഉടനെ ഹാറൂൻ റഷീദ് പറഞ്ഞത്, 7 വയസ്സിൽ ഞാൻ ഹൃദിസ്ഥമാക്കിയിട്ടുണ്ട്, 10 വയസ്സിൽ ഞാൻ 12,000 ഹദീസുകൾ മനപ്പാഠമാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 23 വർഷത്തെ ജീവിതത്തിൽ അവതരിച്ച പരിശുദ്ധമായ ഖുർആനിലെ ഏതൊക്കെ സൂക്തങ്ങൾ യാത്രയിലായിരുന്നു അവതരിച്ചത്, ഏതൊക്കെ സൂക്തങ്ങൾ യാത്രയല്ലാത്തപ്പോഴാണ് അവതരിച്ചത്, ഏതൊക്കെ സൂക്തങ്ങൾ മക്കയിൽ മദീനയിൽ, ഏതൊക്കെ സൂക്തങ്ങൾ രാത്രിയിൽ പകലിൽ, അങ്ങനെ ഓരോ സൂക്തങ്ങളുടെയും കോണ്ടെക്സ്റ്റ് പറയാൻ എനിക്കറിയും എന്ന് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത്രയും ആധികാരികതയുടെ അതുപോലെ ഔദ്യോഗികതയുടെ തലത്തിൽ നിന്നാണ് മുൻഗാമികളായ മഹാന്മാർ പരിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാന പർവ്വങ്ങളെ നമുക്ക് കൈമാറ്റം ചെയ്തു തന്നത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് ഞാൻ എന്റെ ഈ ആമുഖത്തിൽ നിന്ന് നമ്മുടെ തുടർച്ചയിലേക്ക് വരാം. ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം വിശുദ്ധമായ റമളാനിൽ ഒരു സ്വഹാബി വരുന്നു തിരുസവിധത്തിലേക്ക്. അറാബിയാണ്, അറിയാതെ ഭാര്യയോട് പകലിൽ ബന്ധപ്പെട്ടു പോയി. അപ്പൊ നാട്ടുകാര് മുഴുവനും പറഞ്ഞു, ആകെ നീ നശിച്ചുപോയി, അതുകൊണ്ട് പെട്ടെന്ന് പരിഹാരം തേടി റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെല്ലണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അദ്ദേഹം ഓടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരോ പരിഹാരങ്ങൾ പറഞ്ഞു. വിശദീകരിക്കാൻ ഇപ്പോൾ ലക്ഷ്യമില്ല. അങ്ങനെ ഓരോ പരിഹാരം പറഞ്ഞപ്പോ ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതല്ല. അവസാനം മറ്റുള്ളവരുടെ പക്കൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമാഹരിച്ചു കൊടുത്ത കാരക്ക നിന്റെ ഗ്രാമത്തിലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് കൊണ്ടുപോയി വിതരണം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ ഗ്രാമത്തിലെ ഏറ്റവും പാവപ്പെട്ട ആള് ഞാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചിരിച്ചു. ഹത്താ ഗലത് നവാജിദുഹു, അവിടുത്തെയുടെ തേറ്റപ്പല്ലുകൾ വെളിവാകുന്നത് വരെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിരി എപ്പോഴും പുഞ്ചിരി മാത്രമാണ്. ശബ്ദമുള്ള ചിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നില്ല. ഇങ്ങനെ വായ തുറന്ന് പല്ലുകൾ നന്നായി കാണുന്ന വിധത്തിൽ ചിരിച്ച ചുരുക്കം സന്ദർഭങ്ങളേ ഉള്ളൂ. അതുമാത്രം രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ സ്വതന്ത്രമായി പഠിക്കാൻ ലഭിക്കുന്നുണ്ട്. ഏതായാലും ശരി, ആ ഹദീസ് മുഴുവനും വായിക്കുമ്പോ നമുക്ക് ലഭിക്കുന്നത് ചുരുങ്ങിയ ചില രസാവഹമായ പ്രാഥമികമായ ചില മസലകളാണ്. ഇമാമുൽ കർമാനി രേഖപ്പെടുത്തുന്നു, മഹാന്മാരായ ആളുകൾ ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന് 40ഓ 50ഓ മസലകൾ പരിശുദ്ധമായ ഇസ്ലാമിക ലോകത്തിന് ഈ ഒരൊറ്റ ഹദീസിന്റെ ഗവേഷണപരമായ സമീപനത്തിലൂടെ കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ കാണാം. ഇതുപോലെയാണ് മഹാന്മാർ പ്രമാണങ്ങളെ സമീപിച്ചത്. അതുകൊണ്ട് അത്തരം ഔദ്യോഗികമായും ആധികാരികമായും മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കളായ മുഫസ്സിറുകളും അതിന്റെ പോഷക വിജ്ഞാനമാകുന്ന ഹദീസിന്റെ പണ്ഡിതന്മാരും അതിന്റെ പ്രാക്ടിക്കൽ അവതാരകരായ കർമ്മശാസ്ത്ര വിശാരദന്മാരും അതുപോലെ തന്നെ അതിന്റെ ഖുർആനിക ശാസ്ത്രത്തിന്റെ സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച ഇൽമുൽ ഖുർആനിന്റെ ആളുകളും
അതുപോലെ തന്നെ ഭാഷാതലത്തിലൂടെ ഖുർആനിനെ നോക്കിയെടുത്ത പണ്ഡിത ശ്രേഷ്ഠന്മാരും അവരുടെ എല്ലാവരുടെയും വ്യാഖ്യാന തലങ്ങളെ ആവഹിച്ചുകൊണ്ടുള്ള ഒരു പ്രാഥമികമായ അവതരണത്തിന് പോലും നമ്മുടെ ഈ സദസ്സിന് സമയം ലഭിച്ചിട്ടില്ല. ഞാൻ അർഹനല്ല, നമുക്ക് സമയം വിശാലമല്ല. അതുകൊണ്ട് അതിന്റെ പുറമേനയിൽ നിന്നുകൊണ്ട് മാത്രമുള്ള ലളിതമായ ഒരു വ്യാഖ്യാനത്തിലാണ് യഥാർത്ഥത്തിൽ നാം ഇവിടെ സമയം ചെലവഴിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുവാൻ നമ്മളെല്ലാവരും തയ്യാറാകണമെന്ന ഒരു സന്ദേശം കൈമാറാൻ, അതിന്റെ ആശയ വ്യുൽപ്പത്തിയെ കുറിച്ച് അറിയാൻ, സമകാലിക സംവേദനങ്ങളോട് ഖുർആൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ. അങ്ങനെയാണ് നാം ഈ ഖുർആനിക പ്രഭാഷണങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടത്. അല്ലാതെ ഈ പ്രാഥമികമായ വ്യാഖ്യാനങ്ങൾ, ഇതുപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്ന പരിമിതമായ വിജ്ഞാനങ്ങളാണ് ഒരായത്തിന്റെ വ്യാഖ്യാനമെന്ന് നാം മനസ്സിലാക്കി പോകരുത്. നിങ്ങൾക്ക് ഡോക്ടറാകാമെന്ന് പരിചയപ്പെടുത്തുന്ന 10 രൂപയുടെ പുസ്തകം നിങ്ങൾ ഡോക്ടറാക്കുകയില്ല. നിങ്ങളെ നിയമവിദഗ്ധനാക്കാമെന്ന് പറഞ്ഞ് തെരുവിൽ കച്ചവടം ചെയ്യുന്ന ഒരു പുസ്തകം നിങ്ങളെ ഒരിക്കലും അതിന്റെ ആധികാരികമായ യോഗ്യതയിലേക്ക് എത്തിക്കില്ല. ഒരുപക്ഷെ ഒരു പ്രചോദനം നൽകിയേക്കാം, അല്ലെങ്കിൽ പ്രാഥമികമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കൈമാറ്റം ചെയ്തേക്കാം. പക്ഷേ ആധികാരികമായി വിശഗ്വരനോ എഞ്ചിനീയറോ നിയമവിദഗ്ധനോ ഒക്കെ ആകണമെങ്കിൽ അതിന്റെ റൂട്ടിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോകണം. അതുപോലെ പരിശുദ്ധമായ ഖുർആനിക വിജ്ഞാനത്തെ വിശാലമായി ഉൾക്കൊള്ളണമെങ്കിൽ അതിന്റെ റൂട്ടിൽ ആവശ്യമായ പ്രാഥമിക വിജ്ഞാനത്തിലൂടെയും അതുപോലെ തുടർ വിദ്യാഭ്യാസത്തിലൂടെയും ഖുർആനിക തലങ്ങളെ വായിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. കാരണം അള്ളാഹുവിന്റെ വചനങ്ങളാണ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും അതീവ രഹസ്യങ്ങളെ 6% മാത്രമാണ് പ്രപഞ്ചത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ശാസ്ത്രലോകത്തിന് ലഭിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം ബ്ലാക്ക് ഹോൾസുകളായി കിടക്കുന്നു എന്നാണ് പരിചയപ്പെടുത്തുന്നത്. ആയിക്കൊള്ളട്ടെ, വ്യാഖ്യാനങ്ങൾ ഇനിയും മാറാവുന്നതാണ്. ശാസ്ത്രലോകം കണ്ടെത്തും തോറും കൂടുതൽ നല്ലത് പറഞ്ഞു തരും. അതെല്ലാം പരിശുദ്ധമായ ഖുർആനിനോട് മെല്ലെ മെല്ലെ അടുത്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ ശാസ്ത്രം അതിന്റെ പരമസത്യത്തിലേക്ക് പൂർണ്ണ വ്യാഖ്യാനം എത്തുന്നത്, അപ്പോഴവര് പരിശുദ്ധമായ ഖുർആനിന്റെ മുമ്പിൽ ചമ്രം പടിഞ്ഞിരിക്കും. അതാണ് ഇന്നലകളിൽ നമ്മളോട് തെളിയിച്ചു തന്ന ഒരുപാട് ഖുർആൻ ശാസ്ത്ര പഠനങ്ങൾ നമുക്ക് കൈമാറുന്നത്. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫജ്റിൽ പ്രഭാതത്തെക്കുറിച്ച് ആലോചിക്കുവാൻ, ദിനരാത്രങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ, കഴിഞ്ഞുപോയ ഫറോവയുടെയും ആദ് സമൂദ് ഗോത്രങ്ങളുടെയും ധിക്കാരപരമായ പെരുമാറ്റങ്ങളെ കൊണ്ട് അവരുടെ സമുദായത്തിൽ ഉണ്ടായിരുന്ന അപജയങ്ങളെ കുറിച്ച് വിലയിരുത്തുവാൻ, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സമകാലിക സമൂഹം നീതിനിഷ്ഠവും ധർമ്മപൂർണവും ന്യായപൂർണവുമായ ജീവിതം നയിക്കാൻ, അതിനാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ വിളിക്കുന്നത്. ഇനി നമ്മൾ അവസാനത്തെ ചില ആയത്തുകളിൽ മാത്രം അതിന്റെ പ്രാഥമിക തലത്തിലേക്ക് കടക്കാം. കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം. നിങ്ങളോട് സാമൂഹികപരമായ വേദനകൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന ഒരു സൂചനയാണ് തൊട്ട് മുമ്പത്തെ സൂക്തങ്ങളിൽ പറഞ്ഞത്. മനുഷ്യൻ അനുഗ്രഹം ലഭിക്കുമ്പോൾ അള്ളാഹുവിന്റെ ദാനം ലഭിച്ചു എന്ന് പറയും. മനുഷ്യന് വിപത്ത് സംഭവിക്കുമ്പോൾ ദൈവം എന്നെ ഒഴിവാക്കി എന്ന് പറയും. കാരുണ്യത്തിന്റെ വ്യാഖ്യാനം അറിയാത്തവരാണ്. അള്ളാഹുവിന്റെ കരുണ ചിലപ്പോൾ കരയിച്ചുകൊണ്ടായിരിക്കും, അള്ളാഹുവിന്റെ ശിക്ഷ ചിലപ്പോൾ ചിരിപ്പിച്ചുകൊണ്ടായിരിക്കും. ഏതുപോലെ അവിടുന്ന് അരിമ സന്താനത്തെ ഇഞ്ചക്ഷൻ നടത്താൻ കാണിച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ട മാതാവ്, അപ്പോൾ കുഞ്ഞുമോനെ അല്ലെങ്കിൽ കുഞ്ഞുമോളെ കൈത്തണ്ടയിലിരുന്ന് അമ്മിഞ്ഞയും എന്ന കുഞ്ഞിനെ അവിടുന്ന് ഇഞ്ചക്ഷൻ ചെയ്യാൻ കാണിച്ചു കൊടുക്കുമ്പോൾ ഉമ്മയ്ക്കറിയാം കുഞ്ഞ് കരയാൻ പോവാണ്. പക്ഷേ കുഞ്ഞിനെ മനഃപൂർവ്വം കരയിക്കാൻ പോവുകയാണ്. അതെന്തിനാണ്? മാതാവിന്റെ കാരുണ്യമാണ്. ഈ ഇഞ്ചക്ഷൻ കിട്ടിയെങ്കിലേ എന്റെ കുഞ്ഞിന്റെ രോഗം മാറൂ, അതുകൊണ്ട് ഇവൻ ഇപ്പോൾ കരയട്ടെ, അത് നാളെ സാന്ത്വനിക്കുവാനാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് ദാരിദ്ര്യം തരുന്നത് കാരുണ്യമായിരിക്കാം, ചിലർക്ക് സമ്പത്ത് തരുന്നത് പരീക്ഷണമായിരിക്കാം. അങ്ങനെ തന്നെയാണ് ഖുർആനിക ശകലങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ അള്ളാഹുവിനെ മറക്കാതിരിക്കാൻ ഒരുപക്ഷെ നിനക്ക് ദാരിദ്ര്യം മാത്രം ഭൗതിക ലോകത്ത് തന്നെന്നിരിക്കാം, നാളെ വിശാലമായ സ്വർഗീയ കവാടങ്ങൾ നിനക്ക് വേണ്ടിയുണ്ട്. ഒരുപക്ഷെ ദുനിയാവിൽ ഒരുപാട് സൗകര്യങ്ങളും സാഹചര്യങ്ങളും തന്നെന്നിരിക്കാം,
അതിലൂടെ നീ അള്ളാഹുവിനെ മറന്നുപോയാൽ താൽക്കാലികമായ സ്വർഗത്തിൽ നിന്ന് നിതാന്തമായ നരകത്തിലേക്കായിരിക്കും നിന്റെ വാസം. അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മാനുഷിക സമൂഹത്തിന്റെ അപജയത്തിന്റെ കാരണങ്ങളെ സൂചിപ്പിച്ചിട്ട് പറയുകയാണ്. ചില ഗുണപരമായ ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്കുള്ള പ്രചോദനമാണ്. കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം. നിങ്ങൾ അവിടുന്ന് അനാഥകളായ ആളുകളെ ആദരിക്കുകയും ആവശ്യമായ വിധത്തിൽ അവർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയും വേണം. അങ്ങനെ എത്തിച്ചു കൊടുക്കാതിരിക്കുന്നത് നിങ്ങളുടെ ദുഷ്ചെയ്തിയായി ഇസ്ലാം കാണുകയാണ്. നിങ്ങളുടെ നാട്ടിലോ വീട്ടിലോ അനാഥരുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ സേവനങ്ങൾ നാം ചെയ്തു കൊടുക്കണം. അവരുടെ പരിചരണം ഈ സമുദായം ഏറ്റെടുക്കണം. അവരുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന രക്ഷിതാക്കൾ അനീതി പ്രവർത്തിക്കാൻ പാടില്ല. പിതാവ് മരിച്ചുപോയി, സ്വത്തിന്റെ കൈകാര്യം പിതൃ സഹോദരന്റെ കയ്യിലാണ്, ബന്ധുക്കളുടെ കയ്യിലാണ്. നീതിനിഷ്ഠമായിട്ടല്ലാതെ നിങ്ങൾ അതിൽ കൈമാറ്റം നടത്താൻ പാടില്ല എന്നതാണ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, യതീമിന്റെ സ്വത്തെന്ന് പറഞ്ഞാൽ അത് കൈകാര്യം ചെയ്യുമ്പോ കൂടുതൽ സൂക്ഷ്മതയില്ലെങ്കിൽ നാം നിഷിദ്ധമായ കാര്യത്തിലേക്ക് പെട്ടുപോകാൻ ഇടയുണ്ട്. സംരക്ഷണം നൽകുന്നത് പുണ്യകർമ്മമാണ്. പക്ഷേ അവരുടെ സ്വത്ത് എന്തെങ്കിലും നമ്മുടെ വിഹിതത്തിലേക്ക് വിട്ടുപോയാൽ അത് വളരെ ദുരന്തവുമാണ്. അതുകൊണ്ട് അത്തരം സാമ്പത്തിക കൈമാറ്റങ്ങളെയും കൈകാര്യങ്ങളെയും സൂക്ഷിക്കണമെന്നുള്ള താക്കീതാണ് അല്ലാഹു തആല നൽകുന്നത്. ഈ കാലഘട്ടത്തിൽ അതിനോടൊപ്പം ചില കാര്യങ്ങളും കൂടി അനുബന്ധമായി പറയാനുണ്ട്. പലിശയെ നീതിവൽക്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് നാം ജീവിക്കുന്നത്. അല്ലാഹു തആല പരസ്യമായി നിഷിദ്ധമാക്കിയത് ഹറമല്ലാഹു റിബ ഒരു ഗവേഷകന്റെ വ്യാഖ്യാനമല്ല, ഒരു പണ്ഡിതന്റെ അനുബന്ധവാചകമല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തലത്തിലല്ല. പരസ്യമായി അല്ലാഹു തആല നിഷേധിച്ചു, നിങ്ങളത് തൊടാൻ പാടില്ല എന്ന്. അങ്ങനെയുള്ള ഒരുപാട് നിഷിദ്ധമായ കാര്യങ്ങൾ പല പല വ്യാഖ്യാനങ്ങളുടെയും തലത്തിലൂടെ നീതീകരിക്കുവാനും തൽക്കാലം രക്ഷപ്പെടാനും ശ്രമിക്കുമ്പോ നിങ്ങളുടെ മനസ്സിലൊരു സങ്കോചം ഉണ്ടാകാനിടയുണ്ട്. അങ്ങനെ നിങ്ങൾ അവിഹിതമായ സ്വത്തുകൾ ഒരിക്കലും കൈകാര്യം ചെയ്തുകൂടാ. നിങ്ങളുടെ ഭക്ഷണത്തിലോ സമ്പാദ്യത്തിലോ കൈകാര്യത്തിലോ നിഷിദ്ധമായതൊന്നും ഉണ്ടാകുന്നതിനെ ഇസ്ലാം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നാം പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല വിലക്കിയ കർമ്മങ്ങളോ ക്രയവിക്രയങ്ങളോ ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഖുർആൻ പറയുന്നത് കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം. അനാഥരെ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായ പരിചരണം നൽകി അവരുടെ അവകാശങ്ങളിൽ സൂക്ഷ്മത പുലർത്തി അവരുടെ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലെത്തിയാൽ അത് കൃത്യമായി സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഹറാമ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന സന്ദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഇത് പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല. റൂഹുൽ മആനിയിൽ ആലൂസി അടക്കമുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾ റളിയല്ലാഹു അൻഹുമാ എന്ന അബവയ്യിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രണ്ടുപേർക്കും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ജന്നത്തുൽ ബഖീഇലാണ് വിശ്രമിക്കുന്നതെന്ന് ഡോക്ടർ മുഹമ്മദ് അബ്ദു യമാനിയുടെ ഇന്നഹാ ഫാത്തിമയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുന്ന് ജാഹിലിയ കാലഘട്ടത്തിൽ അതിന്റെ അഴുക്കുകളിൽ പെടാതെ നീതിനിഷ്ഠമായ ജീവിതം മാത്രമായിരുന്നു നയിച്ചിരുന്നത് എന്ന് അദ്ദേഹത്തിന്റെ തന്നെ അന്നബിയ്യു വാലിദാഹുൽ കരീമാൻ എന്ന ഗ്രന്ഥത്തിൽ വായിക്കാൻ ലഭിക്കുന്നുണ്ട്. ഇമാം ഹാഫിദ് സുയൂത്തിയുടെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് അത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ വിഷയികമായി നിരവധി സമർത്ഥനങ്ങൾ എഴുതിയ ലോകപ്രസിദ്ധനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു. അല്ലാഹു മഹാത്മാക്കളുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ വിജ്ഞാനത്തിന് വ്യാപ്തി വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അപ്പോൾ മഹാന്മാരെല്ലാം പറയുന്നത് നിഷിദ്ധമായ കാര്യം ചെയ്യുന്നതിനേക്കാൾ നല്ലത് മരണമാണ്. ആ ഒരു വിചാരത്തിലേക്ക് നാം ഉയരണം. നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ പരിശീലിക്കുന്ന മാസമാണിത്. അല്ലാഹു വിലക്കി റമളാനിന്റെ പകലിൽ ഭക്ഷണം കഴിക്കരുത്. ഓക്കെ, നമ്മൾ സമ്മതിച്ചു. അത് കേവലമായ ഒരു താൽക്കാലിക സമ്മതമല്ല. ജീവിതത്തിൽ മുഴുവനും അല്ലാഹു കാണരുതെന്ന് പറഞ്ഞതിനെ കാണാതിരിക്കുവാനുള്ള നിഷ്ഠ, അല്ലാഹു ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യത്തെ ചെയ്യാതിരിക്കുവാനുള്ള നിഷ്ഠ, അങ്ങനെ അല്ലാഹു വിലക്കിയതിനെ വിലങ്ങുതടിയായി തന്നെ നിലനിർത്തുവാനുള്ള ഒരു ബോധമായി നമ്മുടെ മനസ്സ് പരിവർത്തിക്കപ്പെടുമ്പോഴാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തുക.
അതിനുവേണ്ടിയാണ് അല്ലാഹു തആല റമദാനെ നമുക്ക് നൽകിയത്. ഓരോ വർഷത്തിലും നിങ്ങളെ സർവീസിന് കയറ്റുകയാണ്, നിങ്ങൾ നന്നായി വരാൻ. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവുകൾ സമ്പുഷ്ടമാക്കപ്പെടുകയും അല്ല, റമദാനിൽ കെട്ടി നിർത്തിയ വികാരങ്ങളെ മുഴുവനും പെരുന്നാളോടെ പൊട്ടിച്ചെറിയാനുള്ളതല്ല. ഈ ജീവിതത്തെ ഇനി അങ്ങോട്ട് കൃത്യമായി പരിപാലിക്കുവാനുള്ള പരിശീലന കാലമായിട്ടാണ് ഇതിനെ ഉപയോഗപ്പെടുത്തേണ്ടത്. ബഹുമാനപ്പെട്ട വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ചരിത്രത്തിന്റെ ഇന്നലകളിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഏറ്റെടുക്കാനുണ്ട്. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ നോക്കിയാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളോട് ഇസ്രായേല്യരുടെ കഥ പറയുന്നുണ്ട്, ഫറോവയുടെ ചരിത്രം പറയുന്നുണ്ട്, ആദം അലൈഹിസ്സലാമിന്റെ ജീവിതം പറയുന്നുണ്ട്, ഹവ്വാഇന്റെ പെരുമാറ്റങ്ങളെ പറയുന്നുണ്ട്, കഴിഞ്ഞുപോയ ജനതതികളുടെ ക്രയവിക്രയങ്ങളെയും ഉദ്ധാന പതനങ്ങളെയും സാമൂഹിക ഘടനകളെയും സാമ്പത്തിക സംവിധാനങ്ങളെയും സാമൂഹിക ക്രമങ്ങളെയും എല്ലാം പരിശുദ്ധമായ ഖുർആനിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത് അവിടുന്ന് പാഠം ഉൾക്കൊള്ളാൻ പഠിപ്പിക്കുവാനുമാണ്. ലിനുസബ്ബിത ബിഹി ഫുആദക്, അല്ലയോ പ്രവാചക പ്രഭോ, അവിടുന്ന് കഷ്ടതകളുടെയും അരിഷ്ടതകളുടെയും സായാഹ്നങ്ങൾ ഉണ്ടായേക്കാം, വിഷമിക്കേണ്ടതില്ല. മുൻഗാമികളായ പ്രവാചകന്മാർ ഇതിലേറെ സഹിച്ചിട്ടുണ്ട്. അത് തിരുനബി തങ്ങൾ അങ്ങനെ തന്നെ ഏറ്റെടുത്തത് കാണാം. ഉഹദിന്റെ രണാങ്കണത്തിൽ ഹബീബിന്റെ മുഖത്ത് നിന്ന് രക്തം വാർന്നു വരികയാണ്. ബഹുമാനപ്പെട്ട തൽഹത്ത് ബിൻ ഉബൈദില്ലാഹി താങ്ങിയെടുത്ത് ഒരു കല്ലിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് പ്രകീർത്തിച്ച തൽഹ റളിയല്ലാഹു അൻഹു അവിടത്തെയോട് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, തൽഹത്തുൽ ഫയ്യാൽ വ തൽഹത്തുൽ ഖൈർ വ തൽഹത്തുൽ ജൂദ്, അങ്ങനെയെല്ലാം വിളിച്ചിട്ടുള്ള തൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു അതാ അവിടെ നിൽക്കുന്നു. മഹാനായ തൽഹ റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുറിവ് പറ്റിയ ആ മുറിവോടുകൂടി എടുത്ത് പാറയുടെ അപ്പുറത്തേക്ക് നിർത്താൻ നേരം പറയുകയാണ്, വിഷമിക്കേണ്ട തൽഹ, എന്റെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന രക്തം കണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് വിഷമമുണ്ടാകാം, വിഷമിക്കേണ്ടതില്ല. മുൻഗാമികളായ പ്രവാചകന്മാർ ഇതിലേറെ സഹിച്ചവരാണ്. അവസാനം ഒരു മരത്തിന്റെ പൊത്തിന്റെ ഉള്ളിലേക്ക് ഒരു പ്രവാചകനെത്തി. ആ മരം അവർ നെടുകെ പിളർന്നു കളഞ്ഞു. അതോടെ പ്രവാചകനും രണ്ട് കീറായി മാറി. അത്രയും സഹിച്ച പാരമ്പര്യമാണ് തൽഹത്തെ നമുക്കുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് സഹിക്കാനുള്ളതാണ്. ഇതുപോലെ ഇന്നലകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സാമൂഹികമായി ബോധവൽക്കരണം ഉണ്ടാകാനാണ് നമ്മൾ ചരിത്രത്തെ ഉദ്ധരിക്കുന്നത്. ചരിത്രം വളരെ മർമ്മപ്രധാനമാണ്. പാഠം ഉൾക്കൊള്ളാനാണ്, ഭാവിയെ നെയ്തെടുക്കാനാണ്, വർത്തമാനത്തെ കൃത്യമാക്കാനാണ് ചരിത്രം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത്. നമുക്ക് വരാം. വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ചില ആളുകൾ, മുൻഗാമികളായ ആളുകളിൽ നിന്നുള്ള ഒരു സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഉത്തിയ ബിംറഅത്തിൻ മിൻ ബനി ഇസ്രായീൽ യുഖാലു ലഹാ സാറ. സാറയും 7 മക്കളും അവിടുന്ന് ഇസ്ലാമിക വിരുദ്ധമായ ഒരു ഗവൺമെന്റിന്റെ മുന്നിൽ കൊണ്ടുവരുന്നു. അവർ ഇസ്ലാമിക സമൂഹത്തെ ആക്രമിക്കുന്ന ഭരണാധികാരിയാണ്. അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുകയാണ്, നിങ്ങൾ പന്നിമാംസം ഭക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ല. 7 ആൺമക്കളുടെ മാതാവ് 7ാമത്തതിനെ കൈത്തണ്ടയിൽ വെച്ചുകൊണ്ട് കാത്തു നിൽക്കുകയാണ്. രൂക്ഷമായ വിമർശനത്തിന്റെ നടുവിൽ നിഷിദ്ധമായ പന്നിമാംസം ഭക്ഷിക്കണമെന്നാണ് പറയുന്നത്. ബഹദിയായ സാറയുടെ മൂത്ത മകൻ പറഞ്ഞു, ഇതിനേക്കാൾ നല്ലത് മരണമാണ്, മരണമാണ് ഇതിനേക്കാൾ നിസ്സാരം, അതുകൊണ്ട് നിഷിദ്ധമായ ഈ കാര്യം എനിക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ആ ചെറുപ്പക്കാരന്റെ ശരീരം മുഴുവനും ഓരോ അവയവങ്ങളെയും മുറിച്ച് ആ ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞു. 7 മക്കളിൽ മൂത്തതിനെ പച്ചയായി മുറിച്ചു മാറ്റുന്നത് കാണുന്നു. 2ാമത്തതിനെയും വിളിക്കുന്നു. ഇതിന് സമാനമായ ചരിത്രങ്ങൾ ഇസ്ലാമിക ലോകത്ത് അഥവാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ യുദ്ധക്കളങ്ങളിലും അല്ലാതെയുമായി സ്വഹാബി വനിതകളും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഖാദിസിയ രണാങ്കണത്തിന്റെ താഴ്വാരത്തിൽ നിന്നുകൊണ്ട് 4 മക്കളും ഷഹാദത്ത് വരിച്ചു വരുമ്പോ അൽഹംദുലില്ലാഹ് എന്ന് വിളിച്ചു പറഞ്ഞ സ്വഹാബി വനിത നമ്മുടെ ചരിത്രത്തിൽ, നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകാം. അതിലേക്കൊന്നും തൽക്കാലം കടക്കുന്നില്ല. അങ്ങനെ അതാ ഈ 2ാമത്തെ മകനെയും വിളിക്കുന്നു, നീ ഇത് കഴിക്കണം, അല്ലെങ്കിൽ നിനക്ക് ഇവിടെ ജീവിക്കാൻ അവകാശമില്ല.
യാതൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് വേണ്ടത് സ്വർഗമാണ്, നിഷിദ്ധമായി പന്നിമാംസം കഴിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഒഴിവാക്കി. അവസാനം മൂന്നാമത്തെ ആള് പറഞ്ഞു, എടാ നീ എത്ര കൂടുതൽ എന്നോട് കൽപ്പിച്ചാലും അദല്ലു അഖല്ലു അഹ്വനു അലല്ലാഹി മിൻ അൻ ആകുല ഫീഹാ മിൻഹാ ഹറമല്ലാഹു അലൈ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയത് തിന്നുന്നതിനേക്കാൾ എത്രയോ നിസ്സാരമാണ്, എത്രയോ സിമ്പിളാണ് നിന്റെ ഈ ശിക്ഷ ഏറ്റുവാക്കുന്നത്. ഫളഹിക്കൽ മലികു, രാജാവ് ചിരിക്കുകയാണ്. ഞാൻ ഈ വായിക്കുന്നത് മുഴുവനും ഇബ്നുൽ ജൗസിയുടെ ഗ്രന്ഥത്തിൽ നിന്നാണ്. അങ്ങനെ അവിടുന്ന് പറഞ്ഞു, ചിരിക്കുകയാണ് രാജാവ്, ഇവൻ നമ്മെ ദേഷ്യം പിടിപ്പിക്കുന്നത് പെട്ടെന്ന് കൊന്നുകളയാനാണ്. പെട്ടെന്ന് കൊന്നുകളഞ്ഞാൽ അങ്ങ് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചാണ്. അതുകൊണ്ട് ഇവനെ പെട്ടെന്ന് കൊല്ലുന്നില്ല. കുറച്ചു നേരം ഇഞ്ചിഞ്ചായി ശരീരവും അവയവങ്ങളും മുറിച്ചിട്ട് മാത്രമേ ഇവനെ കൊല്ലുന്നുള്ളൂ. അങ്ങനെ അവസാനം 6 മക്കളെയും കൊന്നുകഴിഞ്ഞ് കൈത്തണ്ടയിരിക്കുന്ന പിഞ്ചുമോനെ വിളിക്കുകയാണ്. രാജാവ് പറഞ്ഞു, ഈ കുഞ്ഞിനെയെങ്കിലും കൊണ്ട് നിനക്ക് ജീവിക്കാം, അതുകൊണ്ട് ഈ കുഞ്ഞിനെ കൊണ്ട് കഴിപ്പിക്കണം എന്ന് പറയുമ്പോ ഈ കുട്ടിക്ക് അല്ലാഹു തആല അഭൗതികമായ ഒരു സംസാരശേഷി പോലെ ഇടപെടാനുള്ള കഴിവ് കൊടുക്കുന്നുണ്ട്. അസ്ഹാബുൽ ഹുദൂദ് അന്നാരി ദാത്തിൽ വഖൂദ്, അവിടെ ഒരു കുട്ടിയെ കുറിച്ച് പരാമർശം ഖുർആൻ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും ശരി, അങ്ങനെ ഈ കുട്ടി ഇടപെടുന്നതിന് മുമ്പ് മാതാവ് പറയുകയാണ്, എനിക്ക് ഏറ്റവും കടപ്പാടുള്ള കുട്ടി ഇതാണ്. മറ്റുള്ള മക്കൾക്കെല്ലാം ഓരോ വർഷമേ ഞാൻ മുല കൊടുത്തിട്ടുള്ളൂ, ഇവന് ഞാനിപ്പോ 4 വർഷമായി, കാരണം ഇവന് ശേഷം മക്കളില്ല. അതുകൊണ്ട് ഈ കുട്ടിക്ക് ഞാൻ കൂടുതൽ കാലം മുല കൊടുത്തതാണ്. അതുകൊണ്ട് ഇവനോട് എനിക്ക് കൂടുതൽ സ്നേഹമുണ്ട്. അതുകൊണ്ട് ഇവൻ ഒരിക്കലും നരകത്തിൽ പോകാൻ പാടില്ല. 6 സഹോദരങ്ങളും പോയ സ്വർഗത്തിലേക്ക് പോകട്ടെ. ആ കുഞ്ഞും വധിക്കപ്പെട്ടു. അപ്പോഴാണ് അവസാനം മാതാവിനെ വിളിച്ചു, നിനക്കെങ്കിലും ഇവിടെ ജീവിക്കാൻ വേണ്ടത് മുഴുവനും ചെയ്തു തരാം. അപ്പോഴാണ് അത്ഭുതത്തോടെ ധീരയായ ധർമ്മനിഷ്ഠയുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ട ആ മഹദിയുടെ വർത്തമാനം വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. സാറയുടെ വ്യാഖ്യാനം, ഇല്ല, ഞാൻ എന്റെ മക്കളോടൊപ്പമല്ലാതെ കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം. എന്തിന് ഞാനിത് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഓരോരുത്തരുടെയും നിത്യജീവിതത്തിൽ ഹറാമുകളെ കുറിച്ചുള്ള നിസ്സാരവൽക്കരണം ഭൗതികതയുടെ പേരിലാകാം, വൈകാരികതയുടെ പേരിലാകാം, ജാടയുടെ പേരിലാകാം. പരിശുദ്ധമായ ഇസ്ലാമിന് ലോകത്തിന്റെ കാലഘട്ടത്തിൽ മുഴുവനും നിലനിർത്തേണ്ട നിയതമായ നിഷ്ഠകളും വേലിക്കെട്ടുകളുമുണ്ട്. നമുക്ക് എല്ലാ പ്രസ്ഥാനങ്ങളെയും പോലെ എല്ലാ കാലത്തിന്റെയും എല്ലാ നാടകങ്ങൾക്കും പങ്കെടുക്കാൻ നമുക്ക് കഴിയില്ല. അതിന്റെ അർത്ഥം ഇസ്ലാം ലേറ്റസ്റ്റ് അല്ലെന്നോ സർവകാലികമല്ലെന്നോ അല്ല. മനുഷ്യന്റെ താൽക്കാലിക ബുദ്ധിയിൽ നിന്ന് വിരിയുന്ന ആഘോഷങ്ങളും ആർഭാടങ്ങളും ജനകീയവൽക്കരിക്കപ്പെടുമ്പോ അതിനെല്ലാം അനുസരിച്ച് ഇസ്ലാമിന്റെ അതിർലംഘനം നടത്താൻ കഴിയില്ല. ഇസ്ലാം അന്യ പെണ്ണും പുരുഷനും ഇടകലരുന്നത് നിഷിദ്ധമാക്കി. എത്ര സംസ്കാരങ്ങളും സംവരണങ്ങളും വന്നാലും പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമത്തെ മാറ്റി എഴുതാൻ ഒരു പണ്ഡിതനും അധികാരമില്ല, ഒരു നായകനും അധികാരമില്ല. ആ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊള്ളണം. ഇതിന്റെ അർത്ഥം പരിശുദ്ധമായ ഇസ്ലാം കാലത്തെ ഉൾക്കൊള്ളുന്നില്ല എന്നല്ല. സ്ത്രീ രംഗപ്രവേശനത്തിനു ശേഷം നമ്മുടെ സമുദായത്തിലും സമൂഹത്തിലും കടന്നു വന്ന അനാശാസ്യ പ്രവണതകളുടെയും അരക്ഷിതാവസ്ഥകളുടെയും കണക്കെടുക്കാൻ ഒരു കമ്മീഷനും ഇവിടെ വന്നിട്ടില്ല. സെക്ഷൽ ടൂറിസത്തിലൂടെ വികസിപ്പിച്ചെടുത്ത രാജ്യങ്ങളിൽ ചീഞ്ഞു നാറുന്ന വേശ്യാവൃത്തികളുടെ പിന്നാമ്പുറങ്ങളുണ്ടെന്ന് ലോകത്തോട് പറയാനോ അത് ആവർത്തിക്കാതിരിക്കാനോ പറയാൻ ഒരു സർക്കാരുകളും മുന്നോട്ട് വന്നതായി എനിക്കറിവില്ല. രാജ്യത്തിന് പണമുണ്ടാകാൻ നിഷിദ്ധമായ മാർഗങ്ങളെ സ്വീകരിക്കുന്നതിൽ, വിശേഷിച്ചും നമ്മുടെ രാജ്യം ഒരു മതകീയ ഗവൺമെന്റ് അല്ലെങ്കിലും മറ്റു രാജ്യങ്ങളും അങ്ങനെ മുന്നോട്ട് വരുമ്പോ നാം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം കെട്ടിവെച്ച വേലികൾ മനുഷ്യന്മാരുടെ ഗുണത്തിനാവശ്യമായ നിയമങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളൂ. അല്ലാഹുവിനറിയാം ഇവന്റെ വികാരത്തിന്റെ അളവ് എത്രയാണ്, കാരണം അവനാണ് പടച്ചത്. അല്ലാഹുവിനറിയാം സ്ത്രീയുടെ ലിമിറ്റ് എത്രയാണ്, അല്ലാഹുവാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് അവന്റെ നിയമത്തിന്റെ പരിധിക്ക് പുറത്തേക്ക് മാനവികതയെ പറിച്ചു നടാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഇസ്ലാം ശാസ്ത്രീയപരമായും ബുദ്ധിപരമായും ഗുണപരമായും സമൂഹത്തിൽ വരുന്ന എല്ലാ മുന്നേറ്റങ്ങളെയും ഇസ്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. ആധുനിക വ്യവസ്ഥിതികളെ മുഴുവനും ഉൾക്കൊള്ളുവാനുള്ള വ്യാപ്തിയും വിശാലതയും ഇസ്ലാമിനുണ്ട്. പക്ഷേ അതിന്റെ അത്തിവാരങ്ങളെ പറിച്ചു നടാനോ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുവാനോ
ഒരിക്കലും ഇസ്ലാമിന് കഴിയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം A to Z പേഴ്സണൽ ആൻഡ് സോഷ്യൽ ലൈഫിൽ മുഴുവനും പാലിക്കേണ്ട നിയമവ്യവസ്ഥിതികളുടെ സമ്പൂർണമായ കൃത്യമായ കാഴ്ചപ്പാടുള്ള മതമാണ് ഇസ്ലാം. കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ ഇഴപിരിച്ച് എങ്ങനെ ചിരിക്കണം, എങ്ങനെ ചരിക്കണം എന്ന് കൃത്യമായി പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 വർഷത്തെ ഔദ്യോഗിക ജീവിതം, 63 വർഷത്തെ വ്യക്തി ജീവിതം, ഇതിന്റെ ഇടയിൽ ഒരിക്കൽ പോലും ശബ്ദമുയർത്തി അട്ടഹസിച്ചിട്ട് ചിരിച്ചിട്ടില്ല ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേവലമായ ഒരു പരാമർശമല്ല. തിരുനബി തങ്ങളുടെ ചിരിയെക്കുറിച്ച് മാത്രം എത്രയോ ഗ്രന്ഥങ്ങളുണ്ട്. മവാഖിഫുൻ ലഹിക ഫീഹ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഒരു ഗ്രന്ഥമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈയുടെ ആംഗ്യങ്ങളെ കുറിച്ച് ഗ്രന്ഥമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളി നഫഹാത്തു ത്വീബി മിൻ നിദാഅത്തിൽ ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള വിളിച്ച വിളികൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിപരവും അതുപോലെ അവിടുത്തെ സാമൂഹികമായ ഇടപാടുകളും എല്ലാം വ്യക്തമായി രേഖപ്പെട്ട് ലോകത്തിന് മുഴുവനും കൃത്യമായ ഒരു ജീവിത പദ്ധതി അടയാളപ്പെടുത്തി കൊടുത്ത മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. ബഹുമത സമൂഹത്തിന്റെ ഇടയിൽ ജീവിക്കുമ്പോൾ അവരെ ഉൾക്കൊള്ളാനും അവരെ സഹായിക്കാനും, അതുപോലെ തന്നെ ബഹുസ്വര സമൂഹത്തിന്റെ ഇടയിൽ താമസിക്കുമ്പോൾ അവരുടെ സാമൂഹിക ഘടനയെ ബാലൻസ് ചെയ്യാനും എല്ലാം പരിശുദ്ധമായ ഇസ്ലാം വ്യക്തമായ കാഴ്ചപ്പാടുകളും നിയമങ്ങളും വെച്ചിട്ടുണ്ട്. വലാ തഹാല്ലൂന അലാ തആമിൽ മിസ്കീൻ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ഉൾക്കൊള്ളാത്ത ആളുകൾ, അല്ലാഹുവിനെ വേണ്ടതുപോലെ മനസ്സിലാകാത്ത ആളുകൾ, ആത്മീയതയിലേക്ക് കടന്നു വരാത്ത ആളുകൾ, അവർ മിസ്കീന്മാരെ സഹായിക്കാൻ പ്രചോദനം നൽകുകയില്ല. എവിടെയെങ്കിലും യതീംഖാനയും അനാഥാലയവും അഗതി മന്ദിരവും അതിനുവേണ്ടി ക്ഷേമപ്രവർത്തനം ചെയ്യുന്നവരും ഉണ്ടായാൽ അവരെ ഉൾക്കൊള്ളുവാനും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുവാനുമാണ് ഇസ്ലാം പറയുന്നത്. ഇന്ന് ലോകത്ത് വളരെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതി, അതിന്റെ മർമ്മപ്രധാനമായ ഭാഗം നമ്മുടെ സമൂഹത്തിന്റെ ഇടയിലുള്ള ദാന പ്രക്രിയയാണ് എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ആരാധനയുടെയും അതുപോലെ തന്നെ ഇസ്ലാമാകുന്ന മതത്തിന്റെയും അസ്ഥിവാരങ്ങളിൽ ഒന്നായി മറ്റുള്ളവർക്ക് സമ്പത്ത് കൊടുക്കണമെന്ന് നിയമം വെച്ചുകൊണ്ടുള്ള ഒരു മതം എത്ര മനോഹരമായ വ്യവസ്ഥിതിയാണ്. പണക്കാരാ, നിന്റെ പണം നിന്റേതു മാത്രമല്ല, അയൽവാസിയായ പാവപ്പെട്ടവന്റേതു കൂടിയാണ് എന്നാണ് ഇസ്ലാം പറഞ്ഞ ഭാഷ. അതുപോലെ പരിശുദ്ധമായ ഖുർആനിന്റെയും ഇസ്ലാമിന്റെയും ഇടപെടലുകൾ ആധികാരികവും ഔദ്യോഗികവുമാണ്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ലെന്ന് പറയുമ്പോ ചരിത്രത്തെ മറന്നുപോകരുത്. ജനിച്ചു വീഴുന്നത് കുഴിമാടത്തിലേക്ക്, അവിടുന്ന് പൊടി തട്ടിയെടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവെള്ളയിൽ ഉയർത്തി കാണിച്ചിട്ട് സ്ത്രീയുടെ മഹത്വം പറഞ്ഞു. എന്നിട്ട് കാട്ടറബികളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിക നവജാഗരണത്തിന്റെ ആദ്യാധ്യായങ്ങൾ രചിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നലെ വരെ ഇഷ്ടം പോലെ ഇഷ്ടമുള്ളിടത്തുനിന്ന് തന്നിഷ്ടപ്രകാരം ഉപയോഗപ്പെടുത്തിയിരുന്ന ഈ പെൺകൊടിയെ നിന്റെ ജീവിത സഖിയാക്കണമെങ്കിൽ വിവാഹ മൂല്യം കൂടി കൊടുക്കണമെന്ന് പറയുന്നു. ഇത്രയും മനോഹരമായ മാറ്റമുണ്ടാക്കാൻ ലോകത്തേത് വ്യവസ്ഥിതിക്കാണ് കഴിഞ്ഞത്? ലോകത്തേത് മതത്തിനാണ് കഴിഞ്ഞത്? ഏത് ദർശനത്തിനാണ് കഴിഞ്ഞത്? ഇങ്ങനെ അടിമുടി ആധികാരികമായി ഇടപെട്ട് പരിവർത്തനത്തിന്റെ അടിസ്ഥാന ശിലകളെ അടയാളപ്പെടുത്തിയിട്ടാണ് ഹബീബുനാ വ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ നമുക്ക് ഇസ്ലാമിനെ കൈമാറിയിട്ട് പോയത്. അപ്പൊ പാവപ്പെട്ടവരായ ആളുകളെ അവരുടെ ക്ഷാമവും ക്ഷേമവും അറിഞ്ഞ് വേണ്ടതുപോലെ അവർക്ക് ചെയ്തു കൊടുക്കണമെന്ന ഇസ്ലാമിക വ്യവസ്ഥിതിയെ പകർന്നെടുക്കുവാനാണ് വലാ തഹാല്ലൂന അലാ തആമിൽ മിസ്കീൻ. വിശദമായി ഇതിന്റെ തലത്തിലേക്കൊന്നും കടക്കാനുള്ള സമയം നമ്മുടെ കയ്യിലില്ല. ഇൻഷാ അല്ലാഹ് സൗകര്യപ്രദമായി നമുക്ക് പിന്നെയും പറയാം. ഏതായാലും പരിശുദ്ധമായ ഇസ്ലാമിന്റെ സാമ്പത്തിക കാഴ്ചപ്പാടിൽ ആനുകാലിക യുഗത്തിന് കൈമാറേണ്ട ഏറ്റവും വലിയ സന്ദേശമായി ഞാൻ മനസ്സിലാക്കുന്നത് എവിടെന്നെങ്കിലും പണമുണ്ടാക്കുക എന്നല്ല, എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുക എന്നല്ല, പ്രപഞ്ചാധികാരി നിശ്ചയിച്ച പരിധിയിൽ നിന്നുകൊണ്ട് മാത്രം സമ്പാദനം നടത്തുക. നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഓരോ ചില്ലിക്കാശും ഹലാല് മാത്രമായിരിക്കണം. ഹറാമായ ഒരു ചില്ലിക്കാശും വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ
വന്നാൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മൂസ അലൈഹിസ്സലാം നടന്നു പോകുന്നു. ഒരു നാൾ അതാ ഒരാൾ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. കണ്ണൊലിക്കുന്നുണ്ട്, കണ്ടമിടറുന്നുണ്ട്, കഴുത്ത് കുനിയുന്നുണ്ട്, താഴ്മയോടെയാണ് പ്രാർത്ഥന നടത്തുന്നത്. പക്ഷേ ഉത്തരം കിട്ടുന്നില്ല. ഉടനെ മൂസ അലൈഹിസ്സലാം പറയുന്നു, അല്ലാ, ഇയാൾ എത്ര വിനയാന്വിതനായിട്ടാണ് ദുആ ചെയ്യുന്നത്, നീ അദ്ദേഹത്തിന് ഉത്തരം കൊടുക്കണേ അല്ലാ. അപ്പോഴാണ് നബി സല്ലല്ലാഹു ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാമിനോട് പ്രതിവചനം അല്ലാഹുവിൽ നിന്ന് വരികയാണ്. അല്ലയോ മൂസ അലൈഹിസ്സലാമേ, അയാളിനെ കുനിഞ്ഞു മൂക്കുകുത്തിയാലും, അയാൾ വിനയത്തിന്റെ അങ്ങേത്തല വരെ എത്തിയാലും, അയാളുടെ ആവശ്യം സമർപ്പിക്കുന്നതിൽ എത്ര വിനയം കാണിച്ചാലും അയാൾക്ക് കൊടുക്കാൻ പറ്റില്ല. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാമിനോട് പറയുകയാണ്, വലിമദാക യാ റബ്ബ്, എന്തുകൊണ്ടാണ് റബ്ബേ ഉത്തരം കൊടുക്കാത്തത്? ഇന്നഹു ഖദ് അകലൽ ഹറാം വഅലൈഹിൽ ഹറാം വഫീ ബൈതിഹിൽ ഹറാം. അയാൾ കഴിക്കുന്നത് ഹറാമാണ്, അയാൾ കഴിക്കുന്ന ഭക്ഷണം നിഷിദ്ധമാണ്, അയാൾ വിഹിതമില്ലാത്ത ഭക്ഷണമാണ്, പലിശയുടെ വിഹിതമാണ് അയാൾ കഴിക്കുന്നത്. പാവപ്പെട്ടവനെ പിടിച്ചു പറിച്ചിട്ടാണ് അവൻ കഴിക്കുന്നത്. അതുപോലെ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ സക്കാത്ത് കൊടുക്കാതെ സക്കാത്തിന്റെ വിഹിതം കൂടി സമ്പത്തിൽ ഇട്ടിട്ടാണ് അവൻ ഉപയോഗിക്കുന്നത്. അപ്പൊ കൃത്യമായി സക്കാത്ത് അതിന്റെ കണക്കെടുത്ത് അവകാശികൾക്ക് കൃത്യസമയത്ത് കൊടുക്കണം. അപ്പോഴേ പണക്കാരൻ അവന്റെ പണത്തോട് നീതി പുലർത്തുകയുള്ളൂ. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാമേ, അവിടുന്ന് ഒരിക്കലും അദ്ദേഹത്തിന്റെ ദുആയ്ക്ക് ഉത്തരം കൊടുക്കാൻ കഴിയില്ല. വദഹബ മൂസ യുഫത്തിഷു ഫീ ബൈതിഹി. അങ്ങനെ മൂസ അലൈഹിസ്സലാം അയാളുടെ വീട്ടിലേക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി പോയി. എന്താണ് അവിടുത്തെ അവസ്ഥ എന്നറിയാൻ. അപ്പോൾ അയാൾ സാമ്പത്തിക ക്രയവിക്രയത്തിൽ അവിഹിതമായ ഏകദേശം 10,000-ഓളം ദിർഹമുകൾ അയാളുടെ കയ്യിലുണ്ട്. അപ്പോഴും അയാളുടെ കയ്യിൽ അയാളുടേതല്ലാത്ത സ്വത്തുണ്ട്. ഈ വിധത്തിൽ സാമ്പത്തിക നീതിയില്ലാതെ ജീവിച്ചാൽ അയാളെ ഇസ്ലാമികമായി ന്യായീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പാവപ്പെട്ടവന്റെ വിഹിതം നമ്മളിലേക്ക് വരാൻ പാടില്ല. ഇനി വളരെ വളരെ ഭീഷണി ഉയർത്തുന്ന ഒരു പ്രയോഗം കൂടി കാണാം. വതഅകുലൂന തുറാസ അക്ലൽ ലമ്മാ. നിങ്ങൾ അനന്തര സ്വത്തുകളെ ഇഷ്ടം പോലെ കഴിക്കുകയാണ്. അതിന്റെ നിയമങ്ങളും അതിന്റെ നിർദ്ദേശങ്ങളും ഒന്നും പാലിക്കാതെയാണ് നിങ്ങൾ അനന്തര സ്വത്തുക്കളെ, നിങ്ങൾക്ക് ലഭിക്കുന്ന സ്വത്തുക്കളെ നിങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു അനന്തരാവകാശ സ്വത്ത് വിതരണത്തെ കുറിച്ചുള്ള നിയമം ഇസ്ലാമിനുണ്ട്. മക്കള് വാപ്പ മരിച്ചാൽ മക്കൾ അടിയും പീടിയും കൂടിയിട്ട് സമ്പത്തെടുക്കണമെന്നല്ല. അവിടെ ആർക്കൊക്കെ ഏതനുപാതത്തിൽ ഏതളവിൽ കൊടുക്കണം എന്ന് പരിശുദ്ധമായ ഖുർആൻ സ്പഷ്ടമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആൺമക്കളും പെൺമക്കളും ഉണ്ടെങ്കിൽ പെൺമക്കൾക്ക് ഏതനുപാതത്തിൽ, ആൺമക്കൾക്ക് ഏതനുപാതത്തിൽ. 2 പെൺമക്കളും 1 മകനും മാത്രമേ അവകാശമുള്ളൂ എങ്കിൽ സ്വത്തിന്റെ പകുതി പുരുഷനും സ്വത്തിന്റെ പകുതിയുടെ പകുതി വീതം 2 പെൺമക്കൾക്കും. പരിശുദ്ധമായ ഖുർആനിന്റെ നിയമമാണ്. അവിടെ നമ്മൾ അടിയും പിടിയൊന്നും കൂടേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഓരോരുത്തർക്കും അവകാശികളായി കൊടുക്കേണ്ട വ്യക്തമായ നിയമം പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അനന്തരാവകാശ നിയമത്തിന്റെ ആധികാരികമായ പ്രഖ്യാപനം ഖുർആനിന്റെ നേരെ ചൊവ്വയുള്ള വിശദീകരണത്തിൽ തന്നെ ഉള്ളതാണ്. അല്ലാതെ അതിന് ഗൂഢമായിട്ടാണ് അതിന്റെ വിതരണ രീതികളുള്ളതെങ്കിലും അതിന്റെ കൽപ്പനയും അതിന്റെ പ്രത്യക്ഷ നിയമങ്ങളും പരിശുദ്ധമായ ഖുർആൻ തന്നെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വലിയ ഉമ്മിഹിസ്സുദുസ്, ഉമ്മാക്ക് എത്രയാണ് കൊടുക്കേണ്ടത് തർക്കിക്കേണ്ടതില്ല. 1/6 അവകാശിയാണ് ഉമ്മ. ഇതുപോലെ ഓരോരുത്തരുടെയും അവകാശങ്ങളെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തന്നതാണ്. അത്രയും കൃത്യമായി അനന്തര സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാതിരുന്നാൽ, അല്ലെങ്കിൽ പരസ്പരം പൊരുത്തപ്പെടുന്ന വിധം അതിന്റെ ക്രയവിക്രയങ്ങൾ നടക്കാതിരുന്നാൽ, അല്ലെങ്കിൽ മരണശയ്യയിൽ കിടക്കുമ്പോൾ ആധാരം മാറ്റി എഴുതിച്ചാൽ, അല്ലെങ്കിൽ രോഗശയ്യയിൽ കിടക്കുമ്പോൾ പ്രമാണത്തിലെ ഒപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യിച്ചാൽ, അങ്ങനെയൊന്നും നിങ്ങൾ പിടിച്ചെടുത്താൽ ഖുർആനിന്റെ പ്രയോഗം അതിനെയെല്ലാം ഉൾക്കൊള്ളുകയാണ്. നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ വിഹിതമാണ് പിടിച്ചെടുക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ സഹോദരിയുടെ സ്വത്തിനെയാണ് പിടിച്ചെടുക്കുന്നത്. അത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സ്വത്തല്ല. എനിക്കിതിനെ കുറിച്ചൊന്നും ആധികാരികമായി പറയാൻ കൂടുതൽ അറിയില്ല. മഹാന്മാരായ ഉസ്താദുമാരോട് ചോദിച്ചാൽ അതിന്റെ ഗഹനമായ വിതരണ രീതികളും അതിന്റെ വിശാലമായ തലങ്ങളുമൊക്കെ നമുക്ക് രചനയിലൂടെയും ക്ലാസുകളിലൂടെയും പഠിപ്പിച്ചു തരുന്ന ഉസ്താദുമാർ ഇപ്പോൾ നമ്മുടെ വേദിയിൽ തന്നെയുണ്ട്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ.
അപ്പോൾ അനന്തരാവകാശ സ്വത്തിന്റെ കൈമാറ്റ പ്രക്രിയകളിലും അതിന്റെ വിതരണ രീതികളിലും ഇസ്ലാം പറഞ്ഞ നിഷ്ഠകളെ പാലിക്കാതെ പോകുന്ന ആളുകൾ ഇങ്ങനെയെല്ലാം ചെയ്യാനുള്ള കാരണം എന്താണ്? നിങ്ങൾ അനാഥർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല, പാവപ്പെട്ടവരുടെ അവകാശം വകവെച്ചു കൊടുക്കുന്നില്ല, അനന്തര സ്വത്തിൽ നീതി കാണിക്കുന്നില്ല. ഇങ്ങനെയെല്ലാം ചെയ്യാനുള്ള കാരണം തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ, നിങ്ങൾ പണത്തെ കൂടുതൽ പ്രേമിച്ചു പോയി എന്നതാണ്. പണമാണ് എല്ലാത്തിന്റെയും മേലെ എന്ന് നിങ്ങൾ എഴുതി വെക്കാതെയോ എഴുതി വെച്ചോ നിങ്ങൾ ജന്മനാ പഠിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ, എല്ലാ നിലയിലും വേണ്ടത് പണമാണ്, ആ പണത്തിന് വേണ്ടി എന്തും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്ന സാമ്പത്തികമായ അതിമോഹമാണ് നിങ്ങളെ മുഴുവനും ഇത്തരം അബദ്ധസഞ്ചാരത്തിലേക്ക് വിടുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അതിന്റെ ശരിയായ കാഴ്ചപ്പാടുകൾ വളർന്നു വരണം. അല്ലാതെ ഒരിക്കലും നമുക്ക് പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമനിഷ്ഠകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല. എല്ലാത്തിന്റെയും മേലെ പണമല്ല, പണത്തിനും നിയമമുണ്ട്. അത് നാം ഇവിടെ വിട്ടൊഴിഞ്ഞു പോകുന്ന ഒരു പ്രതിഭാസമാണ്, അത് മാറിക്കൊണ്ടിരിക്കുന്ന നിഴലാണ് എന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അതിനെ ഒരു ഉദാഹരണപൂർവ്വം ഇബ്നുൽ ജൗസി യസീദ് ഇബ്നു മൈസറയിൽ നിന്ന് പറയുന്നുണ്ട്. ഒരാൾ അയാളുടെ ജീവിതം മുഴുവനും സാമ്പത്തിക സമാഹരണം നടത്തി, എന്നിട്ടോ എന്നിട്ട് അയാൾ ഇങ്ങനെ നല്ല സ്വസ്ഥമായി ജീവിക്കുകയാണ്. ഇതൊരു സംഭവമല്ല, മറിച്ചൊരു ചിത്രീകരണമാണ് മഹാനവറുകൾ നടത്തുന്നത്. ഫാത്താഹു മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്ത് വന്ന് വാതിൽക്കൽ മുട്ടി. മോലാളിയെ ഒന്ന് കാണണം. ഒരു പാവപ്പെട്ട മിസ്കീനിന്റെ രൂപത്തിലാണ്. മോലാളിയെ ഇപ്പൊ കാണാൻ പറ്റൂല, മുതലാളിയെ ഇപ്പൊ കാണാൻ പറ്റൂല. ചിലയിടത്തൊക്കെ മുതലാളി തന്നെ പറയും മുതലാളി ഇവിടെ ഇല്ലാന്ന്. അങ്ങനെ കാരണം പരിചയമില്ലാത്തവർ വന്നാൽ അങ്ങനെ പറഞ്ഞാലും മനസ്സിലാകുമല്ലോ. അങ്ങനെയൊക്കെ മാറിക്കളയും. രണ്ടാമത്തെ ദിവസവും വന്നു ഫഖറജു ഇലൈഹി വഹുവ മുതമസ്സിലുൻ ബിമിസ്കീൻ, മിസ്കീനിന്റെ രൂപത്തിൽ തന്നെ വീണ്ടും മലക്കുൽ മൗത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു വീട്ടുകാരനെ ഇങ്ങനെ വിളിക്കൂ എന്ന് പറഞ്ഞപ്പോ വരാൻ തയ്യാറായില്ല. മൂന്നാമത്തെ ദിവസം ചെന്നിട്ട് പറഞ്ഞു മലക്കുൽ മൗത്ത് വന്നിരിക്കുന്നു, ഇങ്ങോട്ട് വരാൻ പറയൂ. ഫലമ്മാ സമിഅ സയ്യിദുഹും, അത് കേട്ടപ്പോഴേക്ക് മുതലാളി എഴുന്നേറ്റു. ഫസഅൻ, പേടിച്ച് അരണ്ടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് എന്ത് വേണം? ഇപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറല്ല. ഈ ഇരിക്കുന്ന ഭാണ്ഡങ്ങളും ഭണ്ഡാരങ്ങളും എല്ലാം നിങ്ങൾക്ക് തുറന്നു തരാം, ഇഷ്ടമുള്ളത് എടുത്തോളൂ, എനിക്കൊന്നും ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് കൂടി എനിക്ക് വൈകിച്ചു തരണം. നാം മനസ്സിലാക്കേണ്ടത് ഇതൊരു ചിത്രീകരണമാണെങ്കിലും നമുക്കൊക്കെയും അഭിമുഖീകരിക്കേണ്ട അനിഷേധ്യമായ യാഥാർത്ഥ്യമാണ്. ലോകത്തെ ഒരു പരമയാഥാർത്ഥ്യമായി മത, ജാതി, വർഗ, വർണ്ണ, ദേശ, ഭാഷ വ്യതിയാനങ്ങൾക്കതീതമായി എല്ലാവരോടും പറയാനുള്ള പരമയാഥാർത്ഥ്യം all human things are subject to decay. എല്ലാവരും ഇവിടുന്ന് പോകാനുള്ളവരാണ്. ഈ ജീവിതം തന്നെ ക്ഷണപ്രഭാ ചഞ്ചലമാണ്. അതുകൊണ്ട് ഇവിടുന്ന് പോകേണ്ട ഈ യാത്രയുടെ ടേണിംഗ് പോയിന്റ് അവിടെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു എന്റെ കയ്യിലുള്ളത് മുഴുവനും തന്നേക്കാം, എന്റെ കയ്യിലുള്ളത് മുഴുവനും തന്നേക്കാം. അതുകൊണ്ട് തൽക്കാലം എനിക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഫസാഹ അഹ്ലു വബകൗ, അവരെല്ലാവരും അവിടുന്ന് കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. ഇഫ്തഹു സനാദീഖ് വത്തവാബീദ് വഫ്തഹു ഔഇയത്തുൽ മാൽ വഫ്തഹു ഔഇയത്തുൽ ദഹബി വൽ ഫിദ്ദ ഫഫതഹൂഹാ ജമീഅ. ഇവിടെയുള്ള ഭാണ്ഡങ്ങളും ഭണ്ഡാരങ്ങളും സ്വർണത്തിന്റെയും വെള്ളിയുടെയും എല്ലാ ലോക്കറും കൊണ്ടുവരൂ, എല്ലാം തുറക്കൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല, നിനക്ക് അതുകൊണ്ടൊന്നും ഇപ്പൊ രക്ഷപ്പെടാൻ കഴിയില്ല. ഫഅഖബല ഇലൽ മാൽ യൽഅനുഹു വയസുബ്ബുഹു. അപ്പൊ ഇയാള് പണത്തിലേക്ക് തിരിയുകയാണ്. സമ്പത്തെ നീയാണ് എന്നെ നശിപ്പിച്ചത്, നിനക്ക് വേണ്ടിയാണ് ഞാൻ പള്ളി പോകാതിരുന്നത്, നിനക്ക് വേണ്ടിയാണ് ഞാൻ നോമ്പെടുക്കാതിരുന്നത്, നിനക്ക് വേണ്ടിയാണ് ഞാൻ സക്കാത്ത് കൊടുക്കാതിരുന്നത്, നിനക്ക് വേണ്ടിയാണ് ഞാൻ പാവപ്പെട്ടവരെ വാതിൽക്കൽ നിന്ന് പറഞ്ഞു വിട്ടത്, നിന്നെ പ്രേമിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഈ ഗതിയിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞ് പണത്തെ അവിടുന്ന് ശപിക്കാൻ തുടങ്ങിയപ്പോൾ പണം തിരിച്ചു പറയാൻ തുടങ്ങി. അങ്ങനെ നീ മര്യാദകേട് കാണിക്കരുത്, നീ എന്നെ കൊണ്ട് ഇവിടെ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി നീ ആസ്വദിച്ചു, എന്നെ കൊണ്ട് നീ ഒരുപാട് ആഢ്യത്വം നിനക്ക് ലഭിച്ചു, അംഗീകാരം ലഭിച്ചു, ഇതെല്ലാം നേടിയിട്ട് ഇപ്പൊ അവസാനം വന്നപ്പോ എന്നെ ചീത്ത പറയുകയാണോ? എടാ നീ നിന്നെ തന്നെ പറയുക, ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ. അല്ലാഹു തആല നിശ്ചയിച്ച ആ പോയിന്റിൽ നിന്ന് ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ ഒരു വ്യവസ്ഥിതിക്കും ഒരു വ്യക്തിക്കും കഴിയുകയില്ല.
അങ്ങനെ അള്ളാഹുവിന്റെ പരമമായ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടല്ലാതെ ഒരാൾക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നാം വരണം. ആത്മീയതയെ സൗന്ദര്യമില്ലാത്തതാണെന്ന് പറഞ്ഞു മാറ്റിവെക്കരുത്. ആത്മീയതയെ ആത്മാവ് കൊണ്ട് ഏറ്റെടുക്കാൻ കഴിയണം. ഇസ്ലാമിനെ ജഡവൽക്കരിക്കരുത്. ഇസ്ലാം നമ്മുടെ ഇസ്ലാം കരയാനുള്ള ഇസ്ലാമാണ്. അള്ളാഹുവിനെ ഓർത്ത് നിശയുടെ നിശബ്ദതയിൽ കരയുവാനുള്ള മതമാണിത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം കരയുകയാണ് റമദാനിന്റെ അവസാന തപ്പത്തിൽ. കൂട്ടുകാരനായ സ്വഹാബി ഖുർആൻ പാരായണം ചെയ്യുമ്പോ വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ, അല്ലയോ പ്രവാചക പ്രഭോ, അവിടുന്ന് ലോകത്തുള്ള ജനവിഭാഗങ്ങളെ മുഴുവനും കൊണ്ടുവരും. അത് അവിടെ സാക്ഷ്യങ്ങളും സാക്ഷിത്വങ്ങളും ഉണ്ടാകും. എല്ലാവർക്കും സാക്ഷിയായി യാ റസൂലല്ലാഹ് അവിടത്തെ കൊണ്ടുവരുമെന്ന് പറയുമ്പോഴാണ് അവിടുന്ന് ഗതകാല ജീവിതത്തിലോ ഭാവികാല ജീവിതത്തിലോ അരുതായ്മകളെ കുറിച്ച് ഭയക്കണ്ടാത്ത പാപസുരക്ഷിതരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയാണ്. എന്നെയാണോ ഞാൻ അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുമോ? ഹബീബിന്റെ നിലവിളിയാണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞ സന്ദർഭത്തെ അറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകൾ സജലമായ നിമിഷങ്ങളെ ഒപ്പിയെടുത്ത് അവിടുത്തെ മനസ്സ് ആർദ്രമായ ഘട്ടങ്ങളെ പഠിച്ചെടുത്ത് എന്റെയും നിങ്ങളുടെയും പ്രായോഗിക ജീവിതത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയേണ്ട രാത്രികളാണ്. എല്ലാ മഹാന്മാരും അങ്ങനെയാണ് ജീവിച്ചത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബികളുടെയും മുഴുവനും ജീവിതം അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സ് വരട്ടെ. അത് ഞാൻ വലിയ ഭരണാധികാരിയാണ്, ഞാൻ മറ്റേതെങ്കിലും ഭൗതികമായ മാനദണ്ഡത്തിന്റെ ആളാണ്, എനിക്ക് ഈ ആത്മീയതയൊന്നും പറഞ്ഞിട്ടില്ല, ഞാനൊരു പ്ലാസ്റ്റിക് ഇസ്ലാമിന്റെ ആളാണ് എന്ന് പറഞ്ഞ് ജനറലൈസ് ചെയ്യാൻ അധികാരമില്ല. കാരണം എന്താണ്? ഖലീഫമാരുടെ പദവി അലങ്കരിച്ചവരാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സാമ്രാജ്യങ്ങളുടെ സിംഹാസനങ്ങളെ മുഴുവനും ഞെട്ടിത്തരിപ്പിച്ചുകൊണ്ട് അധികാരം നടത്തിയ നേതാവാണ്. അപ്പോഴും അവിടുന്ന് ആർദ്രമായി സജലമായ കണ്ണുകളോടെ മസ്ജിദുൻ നബവിയുടെ അകത്തളത്തിൽ റമദാനിന്റെ അവസാനത്തെ 10 ഇഅ്തികാഫിരുന്ന് കരയുന്ന ആബിദാണ്. പകലന്തിയോളം സമുദായത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയാണ്, നേരം പുലരുവോളം സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് കാക്കാനുള്ള പ്രത്യേകമായ സ്വകാര്യ ആരാധനയിലാണ്. ഇതുപോലെ രാജാക്കന്മാര് അധികാരികളായിരുന്നവർ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കൈമാറ്റം ചെയ്തു തന്നിട്ടുണ്ട്. അതിൽ ലോകപ്രസിദ്ധനായ ഭരണാധികാരിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിൻ അബ്ദുൽ അസീസ്. ബഹുമാനപ്പെട്ട സഹൽ ബിൻ യഹ്യൽ മിർവസി രേഖപ്പെടുത്തുന്നുണ്ട്, ലമ്മാ ദഫന ഉമർ ബിൻ അബ്ദുൽ അസീസ് സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് വഖറജ മിൻ ഖബരിഹി സമിഅ ലിൽ അർളി റജ്ജതൻ. അതാ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് എന്ന് പറയുന്ന രാജാവിനെ ഖബറടക്കി കഴിഞ്ഞപ്പോൾ അതാ ഒരു ഇടിമുഴക്കം കേൾക്കുകയാണ്. ഫഖാല മാ ഹാദിഹി, എന്താണ് ഈ ശബ്ദം കേൾക്കുന്നത്? ഹാദിഹി മറാകിബുൽ ഖിലാഫ, ഇത് ഖിലാഫത്തിന്റെ ഔദ്യോഗികമായ വാഹനമാണ്. അടുത്ത ഖലീഫ നിങ്ങളാണ്, നിങ്ങൾ അതിൽ കയറാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. അപ്പ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾക്കറിയാം, അടുത്ത ഭരണാധികാരി ഞാനാണ്, ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കേണ്ട ആള് ഞാനാണ്. പക്ഷേ അവിടെ നിന്നുകൊണ്ട് മഹാനവറുകൾ പറയുന്നു, മാലി വലഹാ നഹൂഹാ അന്നി ഖർരിബൂ ഇലയ്യ ബഗ്ലതി ഫഖുർരിബത് ഇലൈഹി ബഗ്ലതുഹു. ബഹുമാനപ്പെട്ടവര് പറയാണ്, ആ വാഹനവും പ്രൗഢിയുമൊക്കെ അങ്ങ് മാറ്റിവെച്ചോ, എന്റെ സാധാരണ വാഹനമുണ്ട്, അതിങ്ങോട്ട് കൊണ്ടുവരട്ടെ.
ഫറകിബഹ, അവിടുന്ന് മഹാനവർകൾ അതിൽ കയറിയിട്ട് നേരെ പോവുകയാണ്. എന്നിട്ട് പറയുന്നു, ഇന്നമാ അന റജുലുൻ മിനൽ മുസ്ലിമീൻ, അല്ലയോ വിശ്വാസികളെ, ഞാൻ നിങ്ങളിൽ ഒരു സഹോദരനാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ജാടകളുമൊന്നും ഇവിടെ കാണിക്കേണ്ടതില്ല. എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഫസാറ വസാറ മഅഹു الناس حتى دخل المسجد فصعد المنبر. ബഹുമാനപ്പെട്ടവര് നേരെ പള്ളിയിലേക്ക് പോയി മിമ്പറിൽ കയറുകയാണ്, ജനങ്ങളെ സംബോധന ചെയ്യുകയാണ്. അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നി ഖദ് ബുതുലീതു ബിഹാദൽ അംരി മിൻ ഗൈരി റഅയിൻ കാന മിന്നി ഫീഹി വലാ തലബത്തിൻ ലഹു വലാ മശ്വറത്തിൻ മിനൽ മുസ്ലിമീൻ. ഞാൻ നിങ്ങളോട് ആരോടും അഭ്യർത്ഥിച്ചിട്ട് വാങ്ങിയ വോട്ടുകൊണ്ട് ജയിച്ച ആളല്ല. ഞാനിവിടെ മത്സരിച്ചിട്ട് നേടിയ അധികാരസ്ഥാനമല്ല. എനിക്കങ്ങനെ ഒരു അധികാര പീഠം ആഗ്രഹവുമില്ല. ഞാൻ നിങ്ങളോടത് ആവശ്യപ്പെട്ടിട്ടില്ല. ഇവിടെ മുസ്ലിമീങ്ങളുടെ മുഷാവറയും നടന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്റെ കഴുത്തിൽ കെട്ടിവെക്കാൻ പോകുന്ന ഉത്തരവാദിത്വം ഞാനിതാ ഒഴിവാക്കുന്നു. ഫഖ്താറൂ ലിഅൻഫുസികും, അതുകൊണ്ട് നിങ്ങൾ സ്വതന്ത്രമായ തീരുമാനമെടുത്തോ. ഫസാഹന്നാസു സൈഹതൻ വാഹിദ, അപ്പോഴാണ് ജനങ്ങൾ ഒരേ സ്വരത്തിൽ പ്രതികരിക്കുകയാണ്. ഖദ് ഇഖ്തർനാക യാ അമീറൽ മുഅ്മിനീൻ വറളീനാക, അല്ലയോ പ്രിയപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ, ഞാനിതാ ഞങ്ങൾ മുഴുവനും ഏകോപിതമായി തങ്ങളെ അംഗീകരിക്കുന്നു, തങ്ങളെ ഡോമിനേറ്റ് ചെയ്യുന്നു, തങ്ങളെ അധികാരത്തിലാക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പാടില്ല. ഞങ്ങളെ ഏറ്റെടുത്ത ക്ഷേമ പ്രവർത്തനത്തിന് നേതൃത്വം നൽകണേ. അങ്ങനെ എല്ലാവരുടെയും ശബ്ദം ഒരേ സ്വരത്തിൽ ഉയർന്നപ്പോൾ പിന്നെ പ്രതികരിക്കാനുള്ള യാതൊരു സാധ്യതവുമില്ല. ശബ്ദങ്ങളെല്ലാം അവിടുന്ന് അടങ്ങിയപ്പോൾ അവിടുന്ന് ജനങ്ങളെല്ലാം മഹാനവറുകളെ തൃപ്തിപ്പെട്ടതാണെന്നും ഇനി ഒഴിഞ്ഞു പോകാൻ കഴിയില്ലെന്നും മനസ്സിലായപ്പോ ഹമിദല്ലാഹ വഅസ്ന അലൈഹി വസല്ല അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഉടനെ അവിടുന്ന് ആമുഖത്തോടുകൂടി പ്രസംഗം ആരംഭിക്കാൻ പോവുകയാണ്. അവിടുന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. ഉസീകും ബിത്തഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഇതാ വസിയ്യത്ത് ചെയ്യുന്നു. വഅമലൂ ലിആഖിറതികും, നിങ്ങൾ നിങ്ങളുടെ ആഖിറത്തിന് വേണ്ടി നിങ്ങൾ ജീവിച്ചോളൂ. വഅസ്ലിഹൂ സറായിറകും, നിങ്ങളുടെ സ്വകാര്യ ജീവിതങ്ങൾ നിങ്ങൾ വൃത്തിയുള്ളതാക്കിയാൽ അല്ലാഹു തആല നിങ്ങളുടെ പ്രത്യക്ഷ ജീവിതങ്ങൾ ഭദ്രമാക്കി തരുന്നതാണ്. വഅക്സിറൂ ദിക്റൽ മൗത്ത്, മരണത്തെക്കുറിച്ചുള്ള വിചാരം നിങ്ങൾക്കുണ്ടാകണം. അതുപോലെ തന്നെ അതിനുവേണ്ടി നിങ്ങൾ നല്ല നിലയിൽ ഒരുങ്ങി റെഡിയാകണം. ഫഇന്നഹു ഹാദിമുൽ ലദ്ദാത്ത്, എല്ലാ രസങ്ങളെയും നശിപ്പിച്ചു കളയുന്ന യാഥാർത്ഥ്യമാണ് മരണം. അതുകൊണ്ട് അതിനെ മറന്നു പോകല്ലേ. ഇത് വായിക്കുമ്പോ പക്ഷപാതിത്വങ്ങളൊന്നും വേണ്ട. ഒരു ഇസ്ലാമിക ആത്മീയ പ്ലാറ്റ്ഫോമിലെ ഭരണാധികാരിക്കല്ലാതെ ഇങ്ങനെ ആഢ്യത്വമില്ലാതെ ജാടയില്ലാതെ സംസാരിക്കാൻ ലോകത്തേതു ഭരണാധികാരിക്കാണ് കഴിയുക? ഏതു വ്യവസ്ഥിതിക്കാണ് കഴിയുക? കാരണം എന്റെ അധികാരം താൽക്കാലികമാണെന്നും ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും സുപ്രീം കൺട്രോള് അധികാരിയായ അല്ലാഹുവിലാണെന്നും കൃത്യമായി ബോധമുള്ള വസ്തുതാപരമായി വിവരമുള്ള ഭരണാധികാരിയാണിത്. അല്ലാതെ താൽക്കാലികമായ ആസ്വാദനത്തിന്റെ പേരിൽ ആധ്യാത്മികതയുടെയും ആത്യന്തിക സത്യത്തെയും നിഷേധിക്കുന്നവരല്ല. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഞ്ചാം ഖലീഫ എന്ന് വിശ്രുതരായ പണ്ഡിത ശ്രേഷ്ഠരും ആധ്യാത്മിക ഗുരുവും മഹാത്മ്യങ്ങളുടെ സമീക്ഷയുമായ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഹിയ ദുനിയാ അഖല്ലു മിനൽ ഖലീലി വഅശിഖുഹാ അദല്ലു മിനൽ ദലീലി.
ഇത് കേൾക്കുമ്പോ ഇത് പഴയ വയത് തന്നെയാണല്ലോ. അതേ യാഥാർത്ഥ്യം തന്നെയാണ്. വീടിന് മാർബിളായിട്ടുണ്ട്, ഖബറിൽ ഒരു സിമന്റ് പോലും എത്തിയിട്ടില്ല. ഭിത്തികൾ നല്ല പുതിയ പുതിയ സെറാമിക്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. മൂടുകല്ല് മാറിയിട്ടില്ല. ഖബറിന്റെ ഭിത്തികൾക്ക് മാറ്റമില്ല. കഫൻ പുടവയ്ക്ക് വ്യത്യാസമില്ല. മരിച്ചവരെ ജീവിപ്പിക്കാൻ മെഡിസിൻ ഇല്ല. അതുപോലെ മരണത്തെ തടുക്കാൻ കണ്ടെത്തലുകളില്ല. യാഥാർത്ഥ്യത്തിന് പഴമയുണ്ട്, അതെപ്പോഴും അങ്ങനെ നിലനിൽക്കേണ്ടതാണ്. അതിനെ നിഷേധിക്കുവാൻ ഒരു വ്യവസ്ഥിതിക്കും സാധ്യമല്ല. അതുകൊണ്ട് ഈ ജീവിതം സാർത്ഥകമാകണമെന്ന ആത്യന്തിക ബോധമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരേണ്ടത്. അതാണ് രാജ്യത്തിന്റെ ഭരണാധികാരി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ഒരിക്കലും ഇന്ന ഹാദിഹിൽ ഉമ്മതലം തഖ്തലിഫ് ഫീ റബ്ബിഹാ അസ്സ വജല്ല വലാ ഫീ നബിയിഹാ വലാ ഫീ കിതാബിഹാ. ഈ ഇരിക്കുന്ന ജനങ്ങളുടെ ആരുടെയും ഇടയിൽ അല്ലാഹു ആരാണെന്നതിൽ തർക്കമില്ല, റസൂൽ ആരാണെന്നതിൽ തർക്കമില്ല, കിതാബ് ഏതാണെന്നതിൽ തർക്കമില്ല. പക്ഷേ നിങ്ങളുടെ ഇന്ന മഖ്തലഫൂ ഫിദ്ദനാനീറി വദ്ദീനാരി വദ്ദിർഹമി. ചില ആളുകൾ ലക്ഷപ്രഭുക്കളാണ്, ചില ആളുകൾ കോടിപതികളാണ്, ചില ആളുകൾ അഷ്ടിക്ക് വകുപ്പില്ലാത്തവരാണ്, ചില ആളുകൾ ഡേ ടു ഡേ ലൈഫ് തട്ടിമുട്ടി പോകുന്നവരാണ് എന്ന വ്യതിയാനമല്ലാതെ നമ്മുടെ ആദർശത്തിന്റെ ആകാശത്ത് വ്യത്യാസമില്ല. യഥോചിതം കാര്യങ്ങളെ നേരിട്ട് അവതരിപ്പിക്കുകയാണ്. വഇന്നീ വല്ലാഹി ലാ ഉഅതി അഹദൻ ബാതിലൻ വലാ അംനഉ അഹദൻ ഹഖ്ഖാ. ഞാൻ ഭരണാധികാരിയാണെന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ സാധിക്കാൻ ഇവിടെ വരേണ്ടതില്ല. അല്ലാഹ് അനുവദിച്ച കാര്യങ്ങളല്ലാതെ ഒരൊറ്റയാൾക്കും ഞാൻ അനുവദിച്ചു തരില്ല. അല്ലാഹു തആല അനുവദിച്ച കാര്യങ്ങൾ ഒരാൾക്കും ഞാൻ തടയുകയുമില്ല. സക്കാത്ത് വിതരണം ചെയ്യുമ്പോൾ അത് ഫക്കീറാണോ ഫക്കീറിനുണ്ട്, മിസ്കീനാണോ മിസ്കീനിനുണ്ട്, കടം കൊണ്ട് വലഞ്ഞവനാണോ അവനുണ്ട്. കടം കൊണ്ട് വലഞ്ഞവനാണെന്ന വ്യാജ ലിസ്റ്റ് ഉണ്ടാക്കി വന്നാൽ നിനക്ക് ആനുകൂല്യമില്ല. അങ്ങനെ ഈ കോടതിയിൽ, എന്റെ കോടതിയിൽ സത്യത്തിനെതിരായി ഒരു നടപടിയും ഉണ്ടാവുകയില്ല. എന്നിട്ട് ജനങ്ങളോട് ശബ്ദമുയർത്തിയിട്ട്, ഒരിക്കൽ കൂടി ശബ്ദമുയർത്തിയിട്ട് പറയുന്നു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, മൻ അതാഅല്ലാഹ വജബത് തഅതുഹു വമൻ അസല്ലാഹ ഫലാ തഅത ലഹു അതീഉനി മാ തഅതുല്ലാഹ്. അല്ലാഹുവിനെ അനുസരിക്കുന്നവരെ അനുസരിക്കേണ്ടതുള്ളൂ. പ്രിയപ്പെട്ട പിതാവേ, ജനങ്ങളുടെ ഭരണാധികാരിയായി നിയുക്തരായ നേതാവേ, മാദാ തുരീദു അൻ തസ്നഅ, എന്താണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്? യാ ബുനയ്യ, കുഞ്ഞുമോനെ, എനിക്ക് ചെറിയ കൈലൂലത്തിന്റെ ഉറക്കമുറങ്ങാൻ പോവുകയാണ്. രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന മഹാനല്ലേ, ഉച്ചയ്ക്ക് അനുവദിക്കപ്പെട്ടതും പുണ്യകരമായതുമായ കൈലൂലത്തിന്റെ ഒരു കുഞ്ഞുറക്കമുണ്ട്, അതൊന്ന് കിടന്നോട്ടെ. അപ്പ ചോദിക്കുകയാണ്, അല്ലയോ വാപ്പാ, ഇപ്പൊ പോയാൽ ഇവിടെ കണ്ടില്ലേ ആവശ്യ നിർവഹണത്തിന് കുറെ ആളുകൾ വന്ന് ക്യൂ നിൽക്കുന്നു, അവരെ നിർത്തിയിട്ട് വാപ്പ കിടക്കാൻ പോവുകയാണോ? അപ്പ വാപ്പ പറയാണ്, മോനെ, ഇന്നി ഖദ് സഹർത്തുൽ ബാരിഹത മിൻ അംരി അമ്മിക സുലൈമാൻ. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന ഭരണാധികാരിയെ ഖബറടക്കിയത് ഇന്നലെ രാത്രിയല്ലേ? ആ ഖബറടക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്നലെ ഒരു പോള കണ്ണടച്ചിട്ടില്ല മോനെ. അതുകൊണ്ട് ഇത് ഉറങ്ങാതിരിക്കാൻ വയ്യ. ഫൈദാ സ്വല്ലൈതുൽ ളുഹറ റദത്തുൽ മളാലിം, ഞാൻ അവിടുന്ന് ളുഹർ നിസ്കരിച്ചിട്ട് ഇങ്ങ് വരാം മോനെ. അപ്പോഴാണ് ആധ്യാത്മികതയുടെ വിളനിലത്തിൽ നിന്ന് വിജ്ഞാനത്തിന്റെയും ആത്മീയതയുടെയും നിറകുംഭങ്ങളെ ഒരുപോലെ സംഭരിച്ചെടുത്ത മോനാണ് യാ അമീറൽ മുഅ്മിനീൻ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളുടെ നേതാവായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ.
മല്ലക അൻ തഈശ ഇലൽ ളുഹ്രി, ഈ 12 മണി മുതൽ ളുഹർ വരെ ജീവിക്കുമെന്ന് ഉപ്പാക്ക് ആര് ഗ്യാരണ്ടി തന്നു? വാപ്പാ. ഇതാണ് ഇസ്ലാമിക വ്യവസ്ഥിതിയുടെ അത്തിവാരം. ജാടകളല്ല, ഫ്രെയിം ചെയ്ത ജീവിതമല്ല. ഇത് പച്ചയായ ആധ്യാത്മികതയും കൃത്യമായ യാഥാർത്ഥ്യങ്ങളുടെയും വളച്ചുകെട്ടില്ലാത്ത അവതരണമാണ്. അതാണ് വാപ്പയോട് ചോദിക്കുന്നു. ഇസ്ലാമിക ഭരണകൂടത്തിന് വിജയിച്ചെടുക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്നതിന്റെ പാഠം ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്.